ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പേയ്മെന്റ് കാർഡായ മാൽ കാർഡുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ഒമാന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ സംരംഭം. എന്താണ് മാൽ കാർഡ്, ഗുണങ്ങൾ എന്തെല്ലാമാണ്? സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് മധുസൂദൻ പറയും. കാർഡ് എന്ന് പറയുന്നത് ഒമാന്റെ സ്വന്തം പേയ്മെന്റ് കാർഡാണ്. ഡിജിറ്റൽ പണമിടപാട് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഒമാൻ വിഷൻ 2040 2040 ഭാഗമായി ഫാസ്റ്റർ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്ന ഉദ്ദേശം മുൻനിർത്തിയാണ് ഗവൺമെൻറ് മാൽ കാർഡുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഒമാനിലെ രാജ്യത്തിനകത്തുള്ള പണമിടപാടുകൾ, അതായത് ATM ട്രാൻസാക്ഷൻ, ഇ-കോമേഴ്സ് ട്രാൻസാക്ഷൻ, POS ട്രാൻസാക്ഷൻ മുതലായവയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ വിദേശ കാർഡുകൾക്കാണ് രാജ്യത്തിനകത്തുള്ള പണമിടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ടായിരിക്കും ഈ മാൽ കാർഡുകൾ വരുന്നത്. ഇത് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യമാണ്. ഇത്തരം മാൽ കാർഡുകൾക്ക് യാതൊരുവിധ ചാർജസും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ കാർഡുകൾ ഇഷ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആനുവൽ ചാർജസോ ഇത്തരം കാർഡുകൾക്ക് ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഡെബിറ്റ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് കാർഡുകളാണ്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നിശ്ചിത കാലയളവുകൾക്കുള്ളിൽ എല്ലാ ബാങ്കുകളും നിലവിലുള്ള കാർഡുകൾ റീപ്ലേസ് ചെയ്ത് ഈ മാൽ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഈ കാർഡുകൾ രാജ്യത്തിനകത്തുള്ള ട്രാൻസാക്ഷന് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടി വരും. കാരണം അല്ലാത്ത പക്ഷം കൂടുതൽ ചാർജുകൾ വരും. അതുകൊണ്ട് ഇവിടെയുള്ള പ്രവാസികളും അല്ലാത്തുള്ള ആൾക്കാരും ഒരു ഫേസ്ഡ് മാനറിൽ ബാങ്കുകൾ ഈ നിലവിലുള്ള കാർഡുകൾ യാതൊരു ചിലവുമില്ലാതെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ്.